ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോതൻ്റെ വലത് കരമുയർത്തി നമ്മെ ഓരോരുത്തരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും മഹാമാരികളിൽ നിന്നും കാത്ത് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയിലേറ്റം സ്നേഹമുള്ളവരെ, ഏകദേശം 2-3 മാസക്കാലത്തിന് ശേഷം, ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഞാനൊരു വീഡിയോയിലൂടെ നിങ്ങളുമായി സംവദിക്കുന്നത്. ഒരു ബ്രേക്ക് വീഡിയോ ഇടുന്ന കാര്യത്തിലിട്ടിരുന്നു. മറ്റൊന്നും കൊണ്ടുമല്ല, ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ എന്നെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട്. നമുക്കറിയാലോ, ചെളിയിൽ പുരണ്ട് കിടക്കുന്ന ആളുകളെ സ്പർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്തിന് ചെളി പിടിക്കും. അപ്പോൾ ആ ചെളി കഴുകിക്കളയുവാനായിട്ട്, ആ അശുദ്ധി നീക്കം ചെയ്യാനായിട്ട്, നന്നായിട്ടൊന്ന് കുളിച്ചൊരുങ്ങുവാനായിട്ട് സമയം അനിവാര്യമായിട്ട് വരും. അപ്പോൾ നന്നായിട്ടൊന്ന് കുളിച്ച് ശുദ്ധീകരിക്കപ്പെട്ട് വീണ്ടും പുതിയ ഉണർവോടും പുതിയ തേജസ്സോടും കൂടി ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കുവാനായിട്ട് ഉള്ള ഒരുക്കത്തിലായിരുന്നു. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനമാണ് പങ്കുവയ്ക്കപ്പെടേണ്ടത്. സമകാലിക പ്രശ്നങ്ങളിൽ തീർച്ചയായിട്ടും ഇടപെടേണ്ടതായിട്ടുണ്ട്. എന്നാലും അതിനേക്കാളൊക്കെ ഉപരിയായി ദൈവവചനം എന്നെ സ്നേഹിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പകർന്നു കൊടുക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കുറേയധികം ആളുകൾ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അച്ഛനിലൂടെ ഈശോയെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് കംപ്ലീറ്റ് യൂട്യൂബ് മിനിസ്ട്രി നിർത്തിവെക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേർ എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ട് എന്നിലൂടെ ശ്രവിക്കപ്പെടുവാനായിട്ട്, ഈശോയെക്കുറിച്ച് ശ്രവിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട്, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഈ ചെറിയ ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുമസിന് വേണ്ടി 2024 ആണ്ടിലെ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഒരു വലിയ സുദിനമാണ് 2024 ആണ്ടിലെ ക്രിസ്തുമസ്. തീർച്ചയായിട്ടും അതോടൊപ്പം നമ്മൾ ആ ക്രിസ്തുമസ് ദിനത്തോടു കൂടി നമ്മൾ 2025 ആണ്ടിലേക്ക് പ്രവേശിക്കും. അതായത് ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കുകയാണ്. 2025 ആണ്ടിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ വലിയ ഒരുക്കത്തോടു കൂടിയാണ് നമ്മൾ ഈ ക്രിസ്തുമസിനെ സ്വീകരിക്കുന്നത്. ഈ ദിവസങ്ങളെ സ്വീകരിക്കുന്ന, നന്നായിട്ട് ഒരുങ്ങി ഉപവസിച്ച് പ്രാർത്ഥിച്ച് നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ 2024 ഡിസംബർ 25 തീയതിയിലേക്ക് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുമസിനെക്കുറിച്ചുള്ള ഒത്തിരിയേറെ സന്ദേശങ്ങൾ നിങ്ങൾ ദിനം പ്രതി കേൾക്കുന്നുണ്ടായിരിക്കും. എങ്കിലും എൻ്റെ മനസ്സിൽ ഈശോയുടെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിച്ചത് ഇങ്ങനെയാണ്: ഈ ക്രിസ്തുമസിനോടനുബന്ധിച്ച് കുറച്ചധികം നേരം വചനത്തിലൂടെ തന്നെ നമ്മളൊന്ന് ധ്യാനിക്കേണ്ടതായിട്ടുണ്ട് എന്ന്. നമുക്കറിയാം, ക്രിസ്തുമസ് എന്താണ് ആത്യന്തികമായിട്ട് നമ്മൾ പറയുന്നത്? ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു. നമ്മളറിയാം, ഇമ്മാനുവൽ എന്ന വാക്കാണ് ഉപയോഗിക്കുക, ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ഇതാണ് നമ്മുടെ വിചിന്തന വിഷയം. ഒരൊറ്റ വാക്കേ ഉള്ളൂ, ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. ഇതൊരു ചെറിയ കാര്യമല്ല. ദൈവം നമ്മോട് കൂടെ ഇത് പറയുമ്പോൾ, ആവർത്തിച്ച് പറയുമ്പോൾ, ഓരോ തവണ പറയുമ്പോഴും അതിൻ്റെ ശക്തി, ആ വാക്കിൻ്റെ ശക്തി നമ്മിലേക്ക് കൂടുതൽ വെളിപ്പെട്ട് കിട്ടണം. അതായത് ദൈവം നമ്മോടുകൂടെ, നമ്മുടെ അപ്പൻ നമ്മോടുകൂടെ, അമ്മ നമ്മോടുകൂടെ, നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മോട് കൂടെയുണ്ട്, ഗവൺമെൻറ് നമ്മോട് കൂടെയുണ്ട്, ഒരു രാജ്യം മുഴുവൻ നമ്മുടെ കൂടെയുണ്ട്, ദേശം മുഴുവനുണ്ട് നമ്മുടെ കൂടെ, ഒത്തിരിയേറെ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്, ഒത്തിരി സമ്പത്ത് നമ്മുടെ കൂടെയുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവം നമ്മോട് കൂടെ. ദൈവമുണ്ട് എൻ്റെ കൂടെ, ദൈവം എൻ്റെ കൂടെ. ഇതാണ് ഈ ക്രിസ്തുമസിൻ്റെ ആത്യന്തികമായിട്ടുള്ള സന്ദേശമെന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ളതാണ്. ദൈവം എൻ്റെ കൂടെ ഉള്ളപ്പോൾ എന്താണ് സംഭവിക്കുക? ഇതിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നിന്ന് ധ്യാനിക്കുന്നത്. പല എപ്പിസോഡുകളിലായിട്ട് ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കപ്പെടേണ്ട ഒരു വിഷയമാണ് ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ഞാനവർക്ക് ദൈവം കൂടെ ആയിരുന്ന വചനത്തിലെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ കുറേ അധികം വ്യക്തികളെക്കുറിച്ചൊന്ന് വിചിന്തനം ചെയ്യേണ്ടതായിട്ട് ചിന്തിക്കുകയായിരുന്നു. ഒന്നാമത് തന്നെ നമുക്ക് ഓർക്കുക, ഈ വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ
ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത് തന്നെ ദൈവം കൂടെ സഞ്ചരിച്ച, അതായത് കരങ്ങളിൽ പിടിച്ചുകൊണ്ട് കൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയുടെ കഥയുമായിട്ടാണ് ആരംഭിക്കുക. അതായത് ആദം എന്ന വ്യക്തിയുടെ, ആദ്യ മനുഷ്യനായ ആദം ദൈവം തൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും രൂപപ്പെടുത്തി. അത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ലോക സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു. മനുഷ്യന് ആവശ്യമായതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ഏറ്റവും അവസാനം തൻ്റെ തന്നെ ഛായയിലും സാദൃശ്യത്തിലും ഒരു മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്, ആദത്തെ സൃഷ്ടിക്കുകയാണ്. എന്നിട്ട് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ആദത്തിനെ ഭരമേൽപ്പിക്കുകയാണ്, ആദത്തിന് കൊടുക്കുക. ഒരു അത്ഭുതകരം. അതായത് ദൈവം കൂടെയുള്ള വ്യക്തിക്ക് ഈ സൃഷ്ടിക്കപ്പെട്ടത് മുഴുവനും അധീനതയിലാകുന്നു എന്നുള്ളതാണ് കാര്യം. ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ ഈ വിചിന്തനത്തിൽ ചിന്തിക്കേണ്ടതാണ്. ദൈവം കൂടെയുള്ള ഒരു വ്യക്തിക്ക് സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിൻ്റെയും മേൽ ആധിപത്യം ഉണ്ടാവും. നമുക്ക് വചനം എങ്ങനെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറയുന്നത്? ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ മേൽ ദൈവം ആധിപത്യം കൊടുക്കുകയാണ്. അതായത് ദൈവം കൂടെ ഉള്ളപ്പോൾ ഈ ദൃശ്യപ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെ മേൽ, എല്ലാ ശക്തികളുടെ മേൽ മനുഷ്യന് ആധിപത്യം ലഭിക്കുകയാണ്, അധികാരം ലഭിക്കുകയാണ്. അതാണ് ദൈവം കൂടെയുള്ളതിൻ്റെ ഒരു അടയാളം. അതാണ് ദൈവം കൂടെയുണ്ടോ എന്നുള്ള അടയാളമാണ്. എന്നിട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എല്ലാ ജീവജാലങ്ങളും, ഈ ആദത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഭൂമിയിലുള്ള അതിനുശേഷമുള്ള മറ്റ് മനുഷ്യരെക്കാൾ ഒത്തിരിയേറെ ഒരു ബ്ലെസ്സിങ് ആണോ അതെയോ ശാപമാണോ എന്ന് എനിക്കറിയത്തില്ല, എന്തോ ആകട്ടെ, ഈ ആദത്തിന് പ്രത്യേകിച്ച് അധ്വാനിക്കേണ്ടത് ആവശ്യമൊന്നും വന്നില്ല. ആദത്തിന് ഒരു പണിയെടുക്കണ്ടായിരുന്നു. ആദത്തെ സൃഷ്ടിച്ചതിന് ശേഷം ഏദൻ തോട്ടം ഉണ്ടാക്കിയിട്ട് ദൈവം ഏദൻ തോട്ടത്തിൽ എല്ലാവിധ ഫലവൃക്ഷങ്ങളും, ആദത്തിന് ഭക്ഷിക്കുവാനുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഏദൻ തോട്ടം എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായൊരു തോട്ടം ഉണ്ടാക്കി ആ തോട്ടത്തിൽ ആദത്തെ ജീവിക്കാനായിട്ട് വിടുകയാണ്. ആദത്തിന് അധ്വാനിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല, ആദത്തിനൊന്നും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഈ പ്രപഞ്ചത്തിലൊരു രാജാവിനെ പോലെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം പ്രൊവൈഡാണ്, എല്ലാം ലഭിക്കുകയാണ്. അല്ല, ദൈവം എല്ലാം കൊടുക്കുക. അങ്ങനെ ജീവിക്കുന്നൊരവസ്ഥ. ഒരുപക്ഷെ ദൈവത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതി ഇതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ പദ്ധതി, അതായത് മനുഷ്യനെ സംബന്ധിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാം ദൈവ മക്കളാണ്. മക്കൾക്ക് അപ്പൻ അധ്വാനിച്ച് കൊടുക്കുന്നു, അപ്പൻ അധ്വാനിച്ചിട്ട് കൊടുക്കുകയാണ് മക്കൾക്ക്. അതുകൊണ്ടാണല്ലോ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പനോട് ചേർന്ന് നിന്ന് നടന്ന് അപ്പൻ്റെ കൈ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ വേറൊന്നും നോക്കണ്ട, അപ്പൻ്റെ കൈ പിടിച്ച് നടക്കാൻ മാത്രം പരിശീലിച്ചാൽ മതി. അപ്പോഴെന്താ സംഭവിക്കുക? നമുക്ക് ആവശ്യമുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും, നമുക്കെല്ലാം ലഭിക്കും. അതെല്ലാം അപ്പം തരും. അപ്പോൾ എല്ലാം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊന്നിനും അധ്വാനിക്കേണ്ട ഒരു ആവശ്യമില്ലാത്ത ഒരവസ്ഥ ആദത്തിന് തുടക്കത്തിലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് പാപം ചെയ്തതിന് ശേഷമാണ് അധ്വാനം വരുന്നത്. പാപം ചെയ്ത് ഈ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ നന്മകളും നഷ്ടപ്പെടുത്തിയ ഒരു മനുഷ്യൻ, അങ്ങനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് സ്വന്തമായിട്ട് അധ്വാനിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നത്. അതുവരെ ഒന്നും സ്വന്തമായിട്ട് അധ്വാനിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ദൈവത്തിന് മനുഷ്യരെക്കുറിച്ചുള്ള പദ്ധതി ഇതായിരുന്നു, മറ്റൊന്നും ആയിരുന്നില്ല. തൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നെ നൽകും, എല്ലാം ദൈവം നൽകും. നമ്മൾ എന്താ പറയുന്നത്, കൊച്ചുകുട്ടി സ്വീകരിക്കുന്നത് പോലെ നിന്ന് സ്വീകരിച്ചാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ അങ്ങനെ അധ്വാനിക്കാതെ ലഭിച്ചത് കൊണ്ടാണോ? ചിലർ പറയില്ലേ, അധ്വാനിക്കാത്തവൻ, പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ എന്ന്. അപ്പോൾ ഒരുപക്ഷെ ഈ ചുമ്മാ കിട്ടിയപ്പോൾ കിട്ടിയതിൻ്റെ വില മനസ്സിലായില്ല. അത് പലർക്കും അങ്ങനെയാണല്ലോ. നമുക്ക് ചുമ്മാ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ വില അറിയില്ല. ചിലരിങ്ങനെ ചുമ്മാ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസയുടെ വില അറിയില്ല. ചില പഴഞ്ചൊല്ലുകളുണ്ടല്ലോ, കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറഞ്ഞ പോലെ. ഇപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ പലപ്പോഴും അങ്ങനെയാണ്.
അതായത് അവിടെ വരുന്ന പണത്തിൻ്റെ വില അത് വ്യവഹരിക്കുന്നവർക്ക് അറിയാതെ വരുന്നു. ഒരുപക്ഷെ ആദത്തിന് ഇതെല്ലാം ഇങ്ങനെ റെഡിമെയ്ഡായിട്ട് കിട്ടിയതുകൊണ്ട് അതിൻ്റെയൊക്കെ പിന്നിലുണ്ടായ പിന്നിലുണ്ടാകേണ്ടിയിരുന്ന പരിശ്രമം, അതിൻ്റെ വില ആദത്തിന് മനസ്സിലാകാത്തത് കൊണ്ട് ആദം അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വിലയറിയാതെ നന്ദിയില്ലാത്തവനായി മാറുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്യുന്ന നിമിഷം വരെ ദൈവം കൂടെ നടക്കുകയായിരുന്നു. ദൈവം കൂടെ നടന്നിരുന്ന സമയത്തെല്ലാം ആദം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടായിരുന്നേ. ദൈവം കൂടെ നടന്നപ്പോൾ എന്തെല്ലാമൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ഏദൻ തോട്ടവുമായിട്ട് ബന്ധപ്പെട്ടും ഒത്തിരിയേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ വായിക്കാനുണ്ട്. അതിനുശേഷം 18-ാം അധ്യായത്തിൽ 18-ാം വചനത്തിൽ നമ്മൾ കാണുന്ന എങ്ങനെയാണ്, ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന് ഇണയെ നൽകും. ദൈവത്തോട് കൂടെ സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് ഇണയെ വരെ കിട്ടുന്നത്. അതുകൊണ്ട് ദൈവത്തോട് കൂടെ ചേർന്ന് നടക്കുന്ന ഇപ്പോൾ ഒത്തിരിയേറെ പേര് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ടൊക്കെ വിളിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന വിഷയമാണ് കർത്താവ് വിവാഹം നടക്കുന്നില്ല. യുവാക്കന്മാർ വിളിക്കുന്നു, യുവതികൾ വിളിക്കുന്നു, വിവാഹം നടക്കുന്നില്ല. അച്ഛാ പ്രാർത്ഥിക്കണം, വിവാഹം നടക്കുന്നില്ല. ഈ വിവാഹം നടത്തി തരേണ്ടത് അത് ദൈവത്തോട് കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ കർത്താവ് തന്നെ അത് ശരിയാക്കിക്കോളും. ഒന്നും പഠിക്കണ്ട. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തമ്പുരാൻ്റെ കരം പിടിച്ച് നടക്കുക. ഇമ്മാനുവേൽ, കൂടെയുള്ളവൻ, കൂടെയുണ്ട് നാഥൻ എന്ന് പറയുന്ന പാട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പണ്ട് ജീസസ് യൂത്തിലായിരുന്നപ്പോൾ പാടിയത് ഓർക്കുന്നുണ്ട്. കൂടെയുണ്ട് നാഥൻ കൂടെയുണ്ട് എങ്കിൽ ഈ ലോകത്തിൽ ഒരു പ്രശ്നങ്ങളല്ല. ഈ ലോകത്തിലെ ഏതൊരാവശ്യവും നമുക്ക് നിറവേറ്റി കിട്ടുക തന്നെ ചെയ്യും. ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ ഏതൊരാവശ്യങ്ങളും കർത്താവ് നമുക്ക് നിർവഹിച്ചു തരും. നമ്മുടെ ഭക്ഷണത്തിന് മുട്ടുണ്ടാവുകയില്ല, നമ്മുടെ സമ്പത്തിന് മുട്ടുണ്ടാവുകയില്ല. കാരണം ഈ സൃഷ്ടിക്കപ്പെട്ടതിൻ്റെ എല്ലാം മുകളിൽ ദൈവം മനുഷ്യനെ പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുകയാണ്. എല്ലാത്തിൻ്റെ മേലെ ആധിപത്യം എടുക്കുവാനായിട്ടുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൃശ്യപ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെ മേലും ദൈവം നമുക്ക് അധികാരം നൽകിയിട്ടുണ്ട്. ഇത് ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. നമുക്കെല്ലാറ്റിൻ്റെ മേൽ അധികാരമുണ്ട്. മൃഗങ്ങളുടെ മേൽ, സസ്യലതാദികളുടെ മേൽ, കടലിലെ മത്സ്യങ്ങളുടെ മേൽ, പക്ഷിമൃഗാദികളുടെ മേൽ, എല്ലാറ്റിൻ്റെ മേലും. ഈ ദൃശ്യപ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാം നമുക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം തരുവത് തന്നിരിക്കുക. അപ്പോൾ കൂടെ നടക്കണം. കൂടെ നടക്കാതെ വരുന്നൊരു സാഹചര്യത്തിലാണ് കൈ വിട്ട് കഴിഞ്ഞാൽ അവിടെയാണ് സ്വന്തമായ അധ്വാനം വരുന്നത്, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. ആദം പിന്നെ അധ്വാനിച്ചു എന്ന് പിന്നീട് കാണുന്നുണ്ട്. പാപം ചെയ്ത മനുഷ്യന് പിന്നീട് കല്ലും മുള്ളും ഒക്കെയാണ് ഈ ഭൂമി പിന്നീട് ഉണ്ടാക്കിയത് കല്ലും മുള്ളും ഒക്കെയാണെന്നാണ് വചനം പറയുക. അപ്പോൾ പാപം ചെയ്ത് ദൈവത്തിൻ്റെ കൈ വിട്ട് കൂടെയുള്ളവനെ വിട്ടിട്ട് തന്നെ നടന്ന മനുഷ്യൻ അധ്വാനിക്കേണ്ട അവസ്ഥ വന്നു. അവൻ പിന്നെ അവൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി. പക്ഷെ അവിടെയും ദൈവം അനുഗ്രഹിച്ചുകൊണ്ട് ഒരു അദൃശ്യ സാന്നിധ്യമായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ആ കഷ്ടപ്പാടുകളെയും ഒക്കെ ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് പിന്നീട് കാണുവാനായിട്ട് സാധിക്കും. കഷ്ടപ്പാടുകളും ഒരു അനുവദിക്കപ്പെട്ട കഷ്ടപ്പാടുകളായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതാണ് ഈ ഒന്നാമത്തെ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിൻ്റെ പരിശുദ്ധാത്മാവ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതാണ്. അതായത് തമ്പുരാൻ കൂടെയുണ്ട് എങ്കിൽ എല്ലാം നടക്കും. ഒരു കാര്യത്തെക്കുറിച്ചും ആകുലപ്പെടേണ്ട കാര്യമില്ല. ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠ വേണ്ട, ഒരസ്വസ്ഥതയും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കൂടെ ഉണ്ടാവണം. ഇമ്മാനുവൽ അവൻ്റെ കൈ പിടിച്ച് നടക്കണം. ദൈവം എൻ്റെ കൂടെ എന്നുള്ള ആ ഒരു അവബോധത്തിൽ ജീവിക്കാനായിട്ട് പറ്റണം. ഇത് വെറുമൊരു വിശ്വാസം മാത്രമല്ല എൻ്റെ മക്കളെ. ചിലർക്ക് പറയുന്നത് പോലെ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത വിശ്വാസമാണെന്നല്ലേ പറയുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത യഥാർത്ഥത്തിൽ വിശ്വാസമല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ദൈവം ഒരു യാഥാർത്ഥ്യമാണ്, നഗ്നസത്യമാണ് ദൈവം. ദൈവം വെറും വിശ്വാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉട്ടോപ്യൻ ചിന്തയൊന്നുമല്ല.
ദൈവം ഒരു യാഥാർത്ഥ്യമാണ്, കൂടെ നടക്കുന്ന യാഥാർത്ഥ്യമാണ്, സാന്നിധ്യമായി കൂടെയുള്ള യാഥാർത്ഥ്യമാണ്. അത് അനുഭവിക്കുന്നവനെ അതിൻ്റെ വിലയറിയത്തുള്ളൂ, അനുഭവിക്കാത്തവന് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നന്നായിട്ടൊരുങ്ങാം ഈ ക്രിസ്തുമസ്. നമ്മുടെ കൂടെയുള്ള ദൈവം ഇമ്മാനുവൽ, ആ ഇമ്മാനുവലിൻ്റെ കൈ പിടിച്ച് ഓരോ ജീവിതത്തിൽ ഓരോ നിമിഷവും മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇമ്മാനുവൽ, കർത്താവായ ക്രിസ്തു, മാംസം ധരിച്ച ഈശോ മാംസം ധരിച്ച ഈശ്വരൻ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.